അസ്സലാമു അലൈക്കും ഹായോൾ. അപ്പോൾ നമ്മളെ കയ്യിൽ നല്ലൊരു അരിപ്പൊടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 40-50 ഗ്ലാസ് പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാർട്ടിക്ക് നമുക്ക് കുറച്ചൊരു മെത്തേഡ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുക. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെടും. നല്ല ക്രീമി ടെക്സ്ചറുള്ള ഒരു അടിപൊളി പായസം തന്നെയാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് അരിപ്പൊടി ആയിരിക്കണം. നല്ല ഫസ്റ്റ് ക്വാളിറ്റി അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പൊന്നി അരി ഉണ്ടല്ലോ ചോറ് വെക്കുന്ന ആ ഒരു അരിപ്പൊടി പൊടിച്ചതാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അരിപ്പൊടി പൊന്നി അരി പൊടിച്ചതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ റേഷൻ അരിയാണല്ലോ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിപ്പം തൽക്കാലം പാക്കറ്റിൽ നല്ല പത്തിരിപ്പൊടി കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ അരിപ്പൊടി പൊടിക്കുന്ന വീഡിയോ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നോമ്പിനേക്ക് പൊടിക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ അരിപ്പൊടി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഒറോട്ടിയും പത്തിരിയും ഇങ്ങനത്തെ പായസം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. റേഷൻ അരിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് പൊന്നിയരിൻ്റെ അളവ് കൂട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് പൊടിക്കുന്നത്. 2-3 മെത്തേഡ് ഉണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അത് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, ഞാൻ ചൂടുവെള്ളത്തിലൊന്നുമല്ല കുഴച്ചെടുക്കുന്നത്. പച്ചവെള്ളത്തിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഓവർ ടൈറ്റായി പോകാൻ വേണ്ട, ഓവർ ലൂസായി വേണ്ട, നമുക്ക് ഒത്തൊരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പല തരത്തിൽ അരിപ്പൊടി ഉണ്ടാവും. പച്ചരിപ്പൊടി പറ്റില്ല കേട്ടോ, നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിപ്പൊടി. അപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറകു വശം എഴുതിയിട്ടുണ്ടാവും നമ്മൾ ഏത് പൊടിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആമിസ് പൊടിയൊക്കെ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണ്. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എല്ലാവരുടെ കയ്യിലുണ്ടോ. ഇനിയിപ്പോൾ റേഷൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓവർ സോഫ്റ്റ്നെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേഷനയ്ക്ക് പകരം നമ്മൾ ഈ ഒരു പൊന്നി അരിയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വൈസ് കൂടും. ഉണ്ടാക്കി കൂടാന്നില്ല എന്നല്ല, ഉണ്ടാക്കാൻ പറ്റും. പക്ഷേങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, റേഷനരി നമ്മൾ പൊടിപ്പിച്ചാൽ അതിനൊരു ഓവർ സോഫ്റ്റ്നെസ് ആണല്ലോ. അപ്പോൾ നമ്മൾ പച്ചരി കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ പൊടിപ്പിക്കുന്നത്. അങ്ങനത്തെ പൊടിയാണ് നിങ്ങൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനെല്ലാം ആണെങ്കിൽ അങ്ങനെ മതി. ഇപ്പം ഞാനൊരു പാർട്ടിക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നല്ല അരിപ്പൊടി എന്ന് പറയാൻ കാരണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നല്ലപോലെ കുഴച്ചെടുത്ത് അപ്പം തന്നെ അങ്ങനെ കുഴച്ചിട്ട് കുറേ സമയം മാറ്റി വെക്കുന്നൊന്നുമില്ല. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ സൈസിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഞാൻ അങ്ങനെ അത്യാവശ്യം ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ടൈം ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ ഓവറായിട്ട് ചെറുതാക്കി എടുക്കാമെന്ന് തന്നെ കിട്ടൂല. ഇത് ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. എന്തായാലും വായിലിട്ടിട്ട് നമ്മൾ കഴിക്കുന്നതല്ലേ, പിന്നെ എന്തിനാ ഇത്രയും ചെറുത് എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്. പലർക്കും ഈ റെസിപ്പി അറിയുന്നുണ്ടായിരിക്കും. എന്നാലും 3-4 ഘടകങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചർ പായസം തന്നെ പല രീതിയിൽ ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ പായസം ഒരു സേമിയ പായസം തന്നെ ഇപ്പോൾ പലരും നമുക്കിപ്പോൾ കൊണ്ടുത്തരുമ്പോൾ പല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴും കുടിച്ചാൽ എന്നും ഓർമ്മിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടേസ്റ്റിൽ ടെക്സ്ചറിൽ കിട്ടണം. നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊന്നും ഒഴിച്ചിരിക്കുന്നത് നല്ല ക്രീമിയായിട്ട് തേങ്ങാപ്പാൽ ആ ഒരു പായസം എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പരിപാടി നാളെയാണെങ്കിൽ തലേ ദിവസം ഈ ഒരു പ്രൊസീജിയർ ഞാൻ ചെയ്തു വെക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വേറെയും പല കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പണിക്ക് എന്തായാലും ടൈം കിട്ടൂല കേട്ടോ. അപ്പോൾ രാത്രി നമ്മളൊരു പാർട്ടി പ്ലാൻ ചെയ്യുമ്പോൾ രാത്രി കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുമല്ലോ. പിന്നെ പുഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ എക്സ്പെൻസ് ആണ് അല്ലേ, മിൽക്ക് മെയ്ഡ് കാര്യങ്ങൾ. പുഡിങ്ങിന് ഭയങ്കര എക്സ്പെൻസ് ആണ് ഒരു പാർട്ടിക്ക്. നേരെ മറിച്ച് ഇതിന് വലിയ എക്സ്പെൻസ് ഇല്ല. അതാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു സജഷൻ എന്ന് പറയുന്നത്. കുറച്ച് മെനക്കെട്ടാൽ മതി, പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റും. കുറച്ച് ഇനി ചെറിയ കുട്ടികൾ മുതൽ തണുത്തിട്ട് ഇത് കഴിക്കാൻ ചെറിയ കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ആർക്കും മടിയൊന്നുണ്ട്. പിന്നെ ഹെൽത്ത് വൈസും നല്ലതാണ്. നമ്മൾ ഇതിൽ അങ്ങനെ വേണ്ടാത്തൊരു കാര്യങ്ങളും ചേർക്കുന്നില്ല. പുഡിങ് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് പുഡിങ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്, ആ ഒരു ചൈന ഗ്രാസും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കുന്നില്ല എന്നില്ല അല്ല, നമ്മൾ പാർട്ടിക്കൊക്കെ അത്യാവശ്യം ചിലപ്പോൾ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എന്നാൽ ഞാൻ പറയാം, എനിക്ക് മനസ്സോടെ അല്ല അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടിയിൽ വിളമ്പുകയാണെങ്കിൽ ഹെൽത്ത് വൈസും ഓക്കെയാണ്, ടേസ്റ്റ് വൈസും ഓക്കെയാണ്. പിന്നെന്താണ്, ഉണ്ടാക്കാൻ കുറച്ചൊരു സമയം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ തലേദിവസം ഉരുട്ടിയിട്ട് ഇതേപോലെ ആവി കയറ്റി വേവിച്ചിട്ട് തണിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ 40 ഗ്ലാസ്സിന് ഈ ഒരു അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇടയ്ക്കിടെ നമുക്ക് ഇത് നല്ലപോലെ ഞങ്ങളിതിന് പറഞ്ഞ പിടി എന്നാണ്. ഈ ഒരു പിടി എന്ന് പറഞ്ഞ സംഭവം നല്ലപോലെ പായസത്തിൽ ഉണ്ടാകുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും. വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ വലിയ പണിയൊന്നുമില്ല വേവാനായിട്ട്. ഞാൻ ഒരു 2 തട്ടോ 3 തട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാൻ രണ്ടല ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കാനും ടൈമും ആണല്ലോ. അപ്പോൾ ഇത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ
ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം കൈമലാക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് കുടഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് ഒന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ചൂടോടെ എടുത്തിടുമ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ തന്നെ എടുക്കാം. അങ്ങനെ വേവിച്ച് അതവിടെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താണ് കുറച്ച് നമ്മുടെ പൊന്നി അരി തന്നെ കുതിർത്തും വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താണ് ഇനി മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങക്ക് ഒരു കോംപ്രമൈസ് ആ ഒരു കാര്യത്തിലില്ല. ഈ ഒരു അളവിൽ അരിപ്പൊടിക്ക് ഞങ്ങൾക്ക് 4 തേങ്ങ എന്തായാലും വേണം. 4 തേങ്ങ എന്താണ് 2 തേങ്ങ ഓൾറെഡി എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 2 തേങ്ങയും കൂടി ഞാൻ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എനിക്ക് അത്ര പച്ച തേങ്ങ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അതും തലേ ദിവസം ചിരണ്ടി ഇങ്ങനെ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കേട്ടോ. തേങ്ങ ചിരന്നാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് എന്തായാലും പാർട്ടിയിൽ നിന്നൊന്നും അത് പറ്റാത്തതുകൊണ്ട് ഞാൻ തലേ ദിവസം ചിരണ്ടി ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം തിളച്ച വെള്ളം കുറച്ച് മതി കേട്ടോ. നമുക്ക് 1-ാം പാല് പിഴിയാനുള്ളതാണ്. അപ്പോൾ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. തേങ്ങക്ക് പകുതി ഭാഗം മാത്രം മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്രഷായിട്ട് ചിരണ്ടിയെടുത്ത തേങ്ങയാണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലതായിരിക്കും. പിന്നെ കടലൊക്കെ പരിപ്പ് കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഈ ഒരു അരി തലേദിവസം കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, ആ അരി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് പൊന്നിയരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ആ ഒരു അരി തന്നെയാണ് എന്താണ് തിളച്ച വെള്ളത്തിൽ തന്നെ അതും കുതിർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഏത് പാത്രത്തിലാണ് പായസം തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ അരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ പാത്രം ഒന്നും വലിച്ചെടുക്കണ്ടേ. എന്നിട്ട് എന്താണ് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി 1-ാം പാല് പിഴിയുന്നൊരു സ്റ്റെപ്പാണ്. 1-ാം പാല് പിഴിയുന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങക്ക് പകുതി ഭാഗം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കട്ടെ. തേങ്ങക്ക് സമമായിട്ട് മിക്സി ജാറിൽ വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. തേങ്ങാപ്പാൽ മാക്സിമം പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഈ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ എന്താണ് കംപ്ലീറ്റ് തേങ്ങയിലെ പാലിങ്ങോട്ട് വരും കേട്ടോ. ആ ഒരു ഇതുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിരുന്നു നമ്മൾ ചെറിയൊരു ആവശ്യമാണ് ഞാൻ തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-ാം പാലും 3-ാം പാലും വേണം. അത് നമ്മൾ പായസം തിളപ്പിക്കുന്ന ആ ഒരു ചെമ്പിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2-ാം പാലും 3-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബാച്ചിൻ്റെ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ച് ഇനി ഇതിൻ്റെ 2-ാം പാലാണ് പിഴിയുന്നത്. ഇനിയിപ്പോൾ 2-ാം പാല് പിഴിഞ്ഞിട്ട് എന്താണ് അത് വേറൊരു പാത്രത്തിലേക്ക് ആ തേങ്ങാപ്പീര മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഒന്നും കൂടി അത് പിഴിഞ്ഞെടുക്കണം മാക്സിമം. കാരണം ഈ 2-ാം പാല് പിഴിയുന്ന സമയത്തുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ തേങ്ങക്ക് സമമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 3-ാം പാല് പിഴിയുന്ന സമയത്ത് തേങ്ങക്ക് സമമായിട്ട് വെള്ളം ഒഴിക്കുക. 1-ാം പാല് പിഴിയുന്ന സമയത്ത് നമുക്ക് തേങ്ങക്ക് ഹാഫ് ഭാഗം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ആ ഒരു സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ നമ്മളെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാനിതിൽ. അപ്പോൾ ഇനി എന്താണ് ഇനിയും കുറച്ചും കൂടി 1-ാം പാല് 2-ാമത്തെ സ്റ്റെപ്പ് നമുക്ക് പിഴിഞ്ഞെടുക്കാറുണ്ട്. എൻ്റെ അത്യാവശ്യം മിക്സിയുടെ ജാറ് നല്ല സുജാതയുടെ നല്ല ഹൈറ്റുള്ള ജാറാണല്ലോ. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം പിഴിഞ്ഞെടുക്കാൻ മാത്രമേ ഉള്ളൂ. കടലക്കപ്പരിപ്പ് ഈ ഒരു സമയം കൊണ്ട് വന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇതിപ്പോൾ 1-ാം പാൽ തന്നെയാണ് കേട്ടോ പിഴിയുന്നത്. അപ്പോൾ 1-ാം പാൽ പിഴിയുന്ന പാത്രത്തിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടായിരുന്നു എനിക്ക് 1-ാം പാൽ പിഴിഞ്ഞെടുക്കാൻ ഉള്ളത്. അതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 1, 2, 3 ബാച്ചൊക്കെ നമുക്ക് 1-ാം പാൽ പിഴിയാനുണ്ടാവും. 4 തേങ്ങ ഉണ്ട്. അത് എപ്പോഴും ഓർമ്മിക്കണം. ഈ ഒരു അളവിൽ 4 തേങ്ങ മസ്റ്റാണ്. ഇതിൽ പശുവും പാൽ ഒട്ടും ചേർക്കണ്ട. പശുവും പാലൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ തേങ്ങാപ്പാലിൽ തന്നെ ആ ഒരു രുചി കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് 1-ാം പാൽ ഫുള്ളായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ 2-ാം പാൽ പിഴിയുന്നുണ്ട്. 2-ാം പാൽ എന്താണ് 1-ാം പാലിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് ഇനി അതങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. 1-ാം പാൽ ഇനി പിഴിയാനില്ല. ഇനിയിപ്പോൾ 2-ാം പാലും 3-ാം പാലുമാണ് പിഴിയാനുള്ളത്. അതിങ്ങനെ തേങ്ങക്ക് സമം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഞാൻ തേങ്ങാപ്പാൽ പിഴിയുന്ന ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിയുന്നതും പ്രധാന ഘടകമാണ് ഈ പായസത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ്. തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നമുക്ക് ആ 4 തേങ്ങയിലെ പാൽ മുഴുവനായിട്ട് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം നമുക്ക് വേസ്റ്റ് ആക്കാൻ പാടില്ല തേങ്ങ, അത്രയും നമുക്ക് കിട്ടണം. അപ്പോൾ 2-ാമത്തെ ബാച്ചിൻ്റെ 2-ാമത്തെ തേങ്ങാപ്പാലാണ് ഇപ്പോൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 3-ാം പാൽ പിഴിയുന്ന സ്റ്റെപ്പാണ്. 3-ാം പാൽ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സെപ്പറേറ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് തിളപ്പിക്കാനുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് 3-ാം പാൽ ആദ്യം ഒഴിച്ച് അതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ 2-ാം പാൽ ഒഴിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നും ഈ പായസത്തിന് ഇല്ല. നമുക്ക് 2, 3 ഒരുമിച്ചെടുക്കാം. ആ തേങ്ങയിലുള്ള പാൽ എത്രയുണ്ടോ അത്രയും നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. വേസ്റ്റ് ചെയ്ത് ഒട്ടും നമുക്ക് തേങ്ങാപ്പാൽ. ഈ ഒരു പായസത്തിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ അരി അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതും 2-ാമത്തെ തേങ്ങാപ്പാൽ പിഴിയുക എന്നുള്ളത് ഇനി ഈസി പ്രൊസീജിയർ ആട്ടോ. കഴിഞ്ഞ് പരിപാടി മെയിനായിട്ടുള്ളതെല്ലാം നമ്മളെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച സംഭവമാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുമ്പേ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. കാരണം അടിഭാഗത്ത് നമ്മൾ അരി അരച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഷുഗർ ഉണ്ട്. അതുകൊണ്ട് എന്താണ് മധുരം ഇടുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് സെപ്പറേറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് എന്താണ് ഇതിപ്പോൾ വേറൊരു പത്തരക്ക് മാറ്റാം. കാരണം തേങ്ങാപ്പാൽ, അരി അതൊക്കെ ഹെൽത്തിയാണ്. പക്ഷേങ്കിൽ എന്താണ് പഞ്ചസാര വരുമ്പോൾ പലർക്കും അത് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി അത് വേറെ തന്നെ സെപ്പറേറ്റ് തിളപ്പിക്കും കേട്ടോ. അത് ലാസ്റ്റ് വെക്കാം, പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതെന്താണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കപ്പ് അര കപ്പിൻ്റെ ആ ഒരു കപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 or 4 കപ്പ്. നമുക്ക് പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആണ് വേണ്ടത്. എൻ്റെ പായസം തന്നെ എപ്പോഴും ഒരു മീഡിയം സൈസ് മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിലേക്ക് ഞാൻ 2 പഴം, ഏത്തപ്പഴം, ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ഡയറക്റ്റ് പായസത്തിൽ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ഗീലൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഡയറക്റ്റ് പായസത്തിൽ അതേപോലെ പഴം കട്ട് ചെയ്തിടലേനു. അപ്പോൾ എന്താണ് ഇവിടുത്തെ കുട്ടികളെല്ലാം ആ പഴം മാറ്റി വെക്കും, അവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഞാൻ ഗീല് നല്ലപോലെ എന്ന് പറഞ്ഞാൽ കളറ് ചേഞ്ച് ആകാൻ പാടില്ല, പഴം വാടിയ പോലെ കളർ ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ പായസത്തിനൊരു ബ്രൗൺ കളർ വരും. അതല്ലാണ്ട് ഗീലിട്ടിട്ട് മീഡിയം ടു ലോ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് ഏത്തപ്പഴത്തിൻ്റെ, അതൊന്ന് മാറ്റി കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പായസത്തിന് മറക്കാൻ പാടില്ല, ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. ഞാൻ ഫസ്റ്റിൻ്റെ പഞ്ചസാര ആഡ് ചെയ്ത് ആ ഒരു അരിയിലേക്കെല്ലാം നമ്മൾ പഞ്ചസാര പോയി നല്ലോണം സോക്കാണ്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ആ ഒരു മധുരാത്ത പായസം ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പഴവും അതേപോലെ തന്നെ ഇങ്ങനെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിള വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കടലപ്പരിപ്പ് ഓവറായിട്ട് കടലപ്പരിപ്പ് വേവാൻ പാടില്ലേ, ഒരു മീഡിയം സൈസ് വേവ് മതി. അത് ഞാൻ 2 കപ്പ് ഇതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി ആ ഒരു മധുരടാത്ത അതിലേക്ക് ഒഴിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പഴവും കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പഴം ചേർക്കാനായിട്ടില്ല. ഇനിയിപ്പോൾ ആ പിഴിഞ്ഞ് വെച്ചിരുന്ന് 1 ഗ്ലാസ് 1-ാം പാൽ എടുത്തിട്ട് ഈ ഒരു മധുരം ചേർക്കാത്ത പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഏലക്കപ്പഴം ഇട്ട് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളക്കുക, ഓഫ് ചെയ്യുക. അപ്പോൾ മധുരടാത്ത പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇതേ കുടിക്കുള്ളൂ, എനിക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരം കുറച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് മധുരം കുറച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് മാറ്റി വെക്കട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ തിളവന്ന് ആ അരീൻ്റെ എല്ലാം പച്ച ടേസ്റ്റെല്ലാം മാറി നമ്മൾ ഈ ഒരു സമയത്ത് മധുരം ഉപ്പൊക്കെ നോക്കി എന്നിട്ടേ 1-ാം പാൽ ചേർക്കാവൂ. 1-ാം പാൽ ചേർത്തതിന് ശേഷം പഞ്ചസാരയോ ഉപ്പോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല, എല്ലാം കംപ്ലീറ്റ് നോക്കണം. 1-ാം പാൽ ചേർത്തതിന് ശേഷമുള്ള മധുരം നമ്മൾക്ക് ഏകദേശം മനസ്സിൽ കിട്ടുമല്ലോ. നല്ല മധുരം ഉണ്ടെങ്കിൽ 1-ാം പാൽ ചേർത്താൽ കുറച്ചൊന്ന് മധുരം കുറയും. ഇപ്പോൾ നല്ല ക്രീമായി നല്ല വൈറ്റ് കളർ പായസമായിട്ട് ഒന്നുകൂടി വൈറ്റ് കളർ ആവാനുണ്ട്, പച്ച തേങ്ങ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പഴം നമ്മൾ നെയ്യോടുകൂടി തന്നെ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു പശു നെയ്യും ആ ഒരു പഴവും ആ ഒരു അരിയും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. കടലപ്പരിപ്പ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ പലപ്പോഴും കടലപ്പരിപ്പ് ഇവിടെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല ിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് ഒരു മെയിൻ ഘടകമൊന്നുമല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റാണ് അതിൻ്റെ ഇടയിൽ നിന്ന് കടലപ്പരിപ്പ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ഇട്ട് പൊടിച്ച് ഏലക്കപ്പൊടിയല്ല കേട്ടോ, സെപ്പറേറ്റ് ഏലക്ക മാത്രം ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. 1-ാം പാൽ ഒഴിച്ചാൽ ജസ്റ്റ് ഒരു തിളവര ഓഫ് ചെയ്യുക, അടച്ച് വെക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു പായസത്തിൻ്റെ പണി. അടിപൊളിയാണ്, ആർക്കും എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.